അത്ര മതി ഉണ്ണിയെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഷോൾഡറിലെ കൈവച്ച് അപ്പുറെല്ലാം കൂട്ടി കൊണ്ടുപോയിട്ട് നല്ല രസമായിട്ട് എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് വീണ്ടും അതിൻ്റെ മൂഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഏത് ലോകത്തിൽ ഏടം ഉണ്ടാവുന്ന അവിഹിതം എന്ന് പറയുന്നത് അത് ഒരു കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനില്ല സംഭവമാണ് അവിഹിതം. ഹലോ സെക്കൻഡ് ഹൗ ആർ യു? ഗുഡ് ഗുഡ്. സോ അവിഹിതം ഒരു 13+ ആണ് എൻ്റെ സർട്ടിഫിക്കേഷൻ. പക്ഷേ സർട്ടിഫിക്കറ്റിൻ്റെ എ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Well, this movie has two meanings. There is avihidam and then there is avihidam. അത് പടം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും what is the right meaning of that word. Yeah, I mean the subject has a title deals with its little mature title. So നമ്മൾ ആ ഒരു definitely to register that. Either first of all, it's a small film. When I say small, as in budget wise and even നമ്മളെ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ it's not a very well known faces ഒന്നുമില്ല. So we need to get some sort of eyeballs on the movie. So yeah, that was one of the reasons we went with an A. ഉണ്ണിച്ചേട്ടാ, ഈ നായക നടനൊക്കെ ആയിരിക്കുന്നു ഒരു സിനിമ മൊത്തത്തിൽ കൊണ്ടുപോകുന്നൊരു ആളായി മാറും ഭാവിയിൽ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും നായകന്മാരാണ്. നായകന്മാർ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചെയ്യാനുണ്ടല്ലേ. നമുക്ക് ഞാൻ സാറിനോട് ചെറിയൊരു വേഷം ചെയ്യാൻ തരണം എന്ന് പറയാനുണ്ട്. ഇപ്പോൾ 4ാമത്തെ സിനിമയാണ്. അതിൽ ഒരു സിനിമക്കാർക്ക് സുഖമില്ലാണ്ട് ഒരു അപകടം പറ്റി കിടന്നപ്പോൾ മാത്രമാണ് പോകാൻ പറ്റാതെ വന്നു പോകുന്ന തരണ സാറേ നിനക്ക് പറയാനില്ല. ആ ഒരു അധികാരം സാറിൻ്റെ അടുത്തുണ്ട്. ഒരു സ്നേഹമാണ്, ഒരു ബന്ധമാണ്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു സാറേ അല്ലേ, അപ്പോൾ വന്നു മുടി മുറിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ മുടി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നല്ല മുടി ഭയങ്കര ഇഷ്ടമാണ്. ആടെ നേരെ വേറെ സിനിമ ഷൂട്ടിൻ്റെ വന്നതും ആടിയിരുന്നതും അപ്പോൾ മുടി കട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മുടി മുറിക്കണമെന്നില്ല സാറ് എന്നോട് ഒന്നും പറഞ്ഞ മുടി മുറിക്കണം എന്ന് പറഞ്ഞാൽ ആടിയിരുന്നു. അപ്പോൾ ഞാൻ മരണമാ സിനിമയിലെ ക്ലൈമാക്സിനെ കഴിഞ്ഞിട്ട് വരുന്ന അതേ ദിവസമാണ്. അപ്പോൾ ആ പടം പോട്ടെ, അപ്പോൾ സുധീഷ് ഗോപിനാഥ് ഇല്ലെങ്കിൽ ഈ പടം സാറ് പറഞ്ഞ കർശന സ്വഭാവമാണ്. പിന്നെ ഇന്ന് വരുന്നെങ്കിൽ അഭിനയിക്കാനേ വേണ്ട. അപ്പോൾ സുധീഷേ വളരെ ഒഴിവാക്കിയൊക്കെയല്ലേ എനിക്ക് വേണം, സാറിൻ്റെ പടമല്ലേ, വേഷമൊന്നും പറഞ്ഞില്ല. വന്നു അപ്പോൾ മുടി മുറിക്കുന്ന ആളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ സൈഡൊന്ന് ഒഴിവാക്കി എത്തുന്നാൽ മതി, സാറിന് പ്രശ്നമൊന്നുമില്ല. കാരണം സാറിനോട് ഞാൻ സംസാരിച്ചല്ലേ. ജസ്റ്റ് ഇരുന്നതേ ഇല്ലൂ, ഒന്ന് കണ്ണീർ പോയി. അപ്പോൾ ഇപ്പോൾ മുട്ട അടിച്ചിട്ടുണ്ട് അടി ഇരുത്തുന്ന തന്നെ. ഞാൻ കണ്ണാടി പോയി, എടാ ഇതെന്തിനാ ഇതെല്ലാം മുറിച്ചിന്. അങ്ങനെ സിനിമ വരുമ്പോൾ എൻ്റെ സീരിയസ് ആയിട്ട് അറിയില്ലായിരുന്നു. വേഷം എന്ന് പറയുന്നത് സാറ് പറഞ്ഞില്ല, കഥ പറഞ്ഞ ഒരു പരിപാടി സാറ് പറയുന്നില്ല. തുടങ്ങുമ്പോൾ കുറേ ഉണ്ട്. വന്നു പോകുന്ന വേഷത്തിൽ വന്നിട്ട് പോകാൻ പറ്റിയില്ല. ഒരു മുഴുനീളം വേഷം ചെയ്ത് അതിനെപ്പറ്റി അത്ര അറിവില്ല. സാറ് പറഞ്ഞു, സാറ് പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. നമ്മളോട് കാര്യം പറഞ്ഞു തരും, അത് മാത്രമേ ചെയ്യട്ടു. വേറെ ഒരു സാധനം നമ്മൾ സ്ഥിരം പരിപാടിയൊന്നും വേണ്ട, അത്ര മതി ഉണ്ണിയെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഷോൾഡറിലെ കൈവച്ച് അപ്പുറെല്ലാം കൂട്ടി കൊണ്ടുപോയിട്ട് നല്ല രസമായിട്ട് എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് വീണ്ടും അതിൻ്റെ മൂഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ആ ഒരു കുടുംബം പോലെയായിരുന്നു. അല്ലെങ്കിൽ എല്ലാം നമ്മുടെ കൂടെ എല്ലാം അഭിനയിക്കുന്നത് ഭയങ്കര സംഭവം. നമ്മുടെ ഒരു സിനിമ യാത്ര ചെയ്തിട്ടിപ്പോൾ 8 വർഷമായി. 23 ദിക്സാക്ഷിയാണ് ഞാൻ തുടങ്ങി വെച്ചത്. സിനിമയുണ്ട് 19 സിനിമകൾ ചേർത്തുമ്പോൾ ഒരു ലെജൻഡ് കമൽ സാറിൻ്റെ അടക്കം പറഞ്ഞു ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വന്ന് പോകുമ്പോൾ സാറിൻ്റെ അടുത്ത് നമുക്ക് ഭയങ്കര ഒരു ബലമാണ്. അല്ലെങ്കിൽ ഒരു നടനെന്ന രീതിയിൽ എൻ്റെ യാത്രക്ക് ഈ അഭിഹിതം എന്ന വേണു എന്ന ടൈലർ എന്ന കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. അത് ഒന്നേ പറയാമല്ലോ, സിനിമ പ്രേക്ഷകൻ കാണണം. ഒക്ടോബർ 10 റിലീസാണ്. അടിപൊളി സിനിമയാണ്. അതായത് ഒരു കോമൺ ഒരു നാട്ടിൻപുറത്ത് നമ്മുടെ നാടാണ്. നാട്ടിൻപുറത്ത് മാത്രം ചെയ്ത സബ്ജക്റ്റ് ആണെങ്കിൽ ലോകം മൊത്തമുള്ള സബ്ജക്റ്റാണ്. ഏത് ലോകത്തിൽ ഏടം ഉണ്ടാവുന്ന അവിഹിതം എന്ന് പറയുന്നത് അത് ഒരു കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനില്ല സംഭവമാണ് അവിഹിതം. ആ വിഹിതം എന്ന് പറയുന്നത് പക്ഷേ മലയാള സിനിമ അടിയാളപ്പെടുത്തുന്ന സിനിമയിലേക്ക് എന്തായാലും സന്തോഷം എൻ്റെ ഭാഗം കഴിഞ്ഞത് അത്രയേ ഉള്ളൂ. പോയ സാറേ.